Hi friends, welcome to Simis Nadan kitchen. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ പലഹാരം തന്നെയാണ്. ചെറുപയർ വെച്ചിട്ട് വട. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാട്ടോ ഇതുപോലെ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1.5 കപ്പ് ചെറുപയർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് കേട്ടോ. ഇതുപോലെ നല്ലതായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ ഫൈനായിട്ടൊന്നും അരയേണ്ട, തരിയോട് കൂടി വേണം അരച്ചെടുക്കാനായിട്ട്. അതുപോലെ ഇതിൽ വെള്ളം ഒഴിക്കുകയും ചെയ്യരുത് കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വടയുടെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പാടായിരിക്കും. ഇതൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തരിയായിട്ട് വേണം കിട്ടാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ വട ഉണ്ടാക്കുമ്പോൾ ക്രിസ്പി ആകത്തില്ല. ഇത് കണക്ക് എല്ലാം ഒന്ന് അരച്ചെടുക്കാം. ലാസ്റ്റത്തെ ട്രിപ്പ് അരച്ചേക്കുന്നത് ഞാൻ കുറച്ചും കൂടെ നല്ല ഫൈനായിട്ടാണ് അരച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രാവശ്യം അരയ്ക്കുന്നത് നല്ലപോലെ അരയ്ക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കത് ഉരുട്ടാനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് നല്ല സ്മൂത്തായിട്ടാണ് അരച്ചേക്കുന്നത് കേട്ടോ. വലിയ തരിയൊന്നുമില്ല, പക്ഷേ ഇതിൽ നല്ല തരിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഇതിൻ്റെ അകത്തേക്ക് തന്നെ ചേർക്കാം. ഇതുണ്ടോ, ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഒരു പ്രാവശ്യം അരയ്ക്കുന്നത് ഇതുപോലെ അരച്ചാൽ മാത്രമേ നമുക്ക് അന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പരിപ്പുവടയ്ക്കും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണല്ലോ. അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിൻ്റെ അകത്തും ചെയ്യുന്നത്. ഇതുപോലെ അരച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 5 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്. അപ്പോൾ ഇതിന് ചെറിയ ഉള്ളി തന്നെ എടുക്കണം, സവാള എടുക്കണ്ട. സവാള ആകുമ്പോഴത്തേക്ക് ഇതിനൊരു മധുരമായിരിക്കും. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇച്ചിരി കറിവേപ്പില, അതൊന്ന് നമുക്ക് പിച്ചിക്കീറിയിടാം. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഉരുട്ടാൻ പാടായിരിക്കും. ഇതുപോലെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ നമുക്കിനി ഇപ്പം തന്നെ ഇത് വറുത്തെടുക്കാം. വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് വടയുടെ ഷേപ്പ് ആക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പരിപ്പ് വടയുടെ ഷേപ്പോ അല്ലെങ്കിൽ ഉഴുന്ന് വടയുടെ ഷേപ്പോ ആക്കിയെടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നതാണ്. ഉരുട്ടിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യും. ഈ ഒരു ഷേപ്പിലാട്ടോ ആക്കിയെടുക്കുന്നത്. ഇത് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ നമുക്ക് എണ്ണയിലേക്ക് ഇടാം കേട്ടോ. എണ്ണ ചൂടായൊന്ന് ചെക്ക് ചെയ്യാം. അതിലേക്ക് കുറച്ച് മാവ് ഇട്ട് നോക്കാം. പെട്ടെന്ന് പൊങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എണ്ണയുടെ ചൂട് ഒരു മീഡിയം ഹീറ്റിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുണ്ടാക്കുമ്പോൾ ഈ ഷേപ്പ് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കനം കുറച്ചുണ്ടാക്കുന്നതാണ് നല്ലത്. ഇനി ഇതൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല മുരുമുരാന്ന് കിട്ടുന്ന രീതിയിൽ വറുത്തെടുക്കാം കേട്ടോ. ഇതൊരു സൈഡ് മൂത്തിട്ടുണ്ട്, അതൊന്ന് മറിച്ചിടാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇത് ഒരുപാട് കട്ടി കൂടി പോകരുത് കേട്ടോ. കട്ടി കൂടിക്കഴിഞ്ഞാൽ ഉള്ളുവശം മൂക്കത്തില്ല. അപ്പോൾ കുറച്ച് നല്ലതായിട്ട് പരത്തി അങ്ങോട്ട് ഇട്ടേച്ചാൽ മതി. എണ്ണയുടെ ചൂട് ബാലൻസിലായിരിക്കണം. ചൂട് കൂടി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറം കരിഞ്ഞു പോകും, ഉള്ളു മൂക്കത്തില്ല. ആദ്യം എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം മീഡിയം ഹീറ്റിലിട്ട് ഇത് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഇത് 2 സൈഡും മൂത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാനിവിടെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയാണ്. ഉള്ള് നമ്മൾ സാധാരണ പരിപ്പോടെ ഇരിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ. ഫലാഫിലിൻ്റെയൊക്കെ ഒരു ടെക്സ്റ്റാണ് ഇതിൻ്റെ ഉൾവശം കാണാനായിട്ട്. ഇതുപോലെ കേട്ടോ. ഞാനത് കഴിച്ച് കാണിക്കാം. അപ്പോൾ അതിൻ്റെ ക്രിസ്പിനെസ് നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉള്ള് ഇച്ചിരി സോഫ്റ്റാണ്. ഉള്ള് സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആട്ടോ. നമ്മൾ പരിപ്പ് വട ഇരിക്കുന്ന പോലെ തന്നെ. എണ്ണയൊന്നും ഒട്ടും കുടിച്ചിട്ടൊന്നുമില്ല.
ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കി കഴിക്കാനായിട്ട്. ഇപ്പം നമുക്ക് റേഷൻ കടയിൽ നിന്ന് നമുക്ക് എല്ലാ മാസവും ചെറുപയർ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്